ഫിലിം മേക്കിംഗ്? ജാസിം, തൻ്റെ ചേട്ടൻ എന്നെ വിളിച്ച് അത്രയ്ക്ക് ഉറപ്പ് വന്നതുകൊണ്ടാണ് തനിക്ക് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അറിയാം സാർ. ഇനി സിനിമ മണ്ണാങ്കട്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ നടക്കാൻ ഭാവമെങ്കിൽ തനിക്കിപ്പോൾ തന്നെ സ്ഥലം കഴിയാം. ഇല്ല സാർ, ഞാൻ നല്ലോണം വർക്ക് ചെയ്തോളാം സാർ. ജാസിം, അല്ലേ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആകണം, ആക്ടർ ആകണമെന്ന് പറഞ്ഞു നടക്കുന്ന 2 പേർ ഈ കമ്പനി തന്നെയുണ്ട്. അതിനിടയിൽ തന്നെ കൂടി താങ്ങാനുള്ള കപ്പാസിറ്റി ഈ കമ്പനിക്കില്ല. അതുകൊണ്ടാണ്. ഇല്ല സാർ, ഒരിക്കലും ഇല്ല സാർ. ഞാൻ ഈ സിനിമ കാണുപോലും ഇല്ല സാർ. സിനിമ കാണാമെന്നിരിക്കണ്ട, ടെലിഗ്രാം ലിങ്ക് കിട്ടിയാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. സാർ ഇപ്പോൾ സിനിമ കാണുമോ? സിനിമ കാണുമെന്നോ? അതായിരുന്നു എൻ്റെ സ്വപ്നം. അതിനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തെണ്ടിയെയും ഞാൻ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അപ്പോൾ പറഞ്ഞ പോലെ സിനിമയും സ്ക്രിപ്റ്റും ഒന്നും ഇവിടെ നടക്കില്ല. സെയിൽസ്, ഓൺലി സെയിൽസ്. ഓക്കെ? എന്താണ് വാ, ഞാൻ മറ്റുള്ളവരെ പരിചയപ്പെടും. One second, please. ഇത് മിസ്റ്റർ ജാസിം, നമ്മുടെ കൂടെ പുതിയ ജോലി. ഇപ്പോൾ ഇങ്ങനെ ഒരു അപ്പോയിൻമെന്റ് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? കമ്പനിയുടെ സെയിൽസ് അടുത്ത ലെവലിൽ എത്തിക്കും എന്നുള്ളതാണ് ഹൈലൈറ്റ്. അല്ല ജാസിം? ഓക്കെ ഗൈസ്. Hi, sir. Hi. Ramya, this is our new sales member, Mr. Jasi. Hi. Jasi, this is our sales coordinator, Ramya. Hi. Ramya വല്ലൊന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കും. Sure, sir. He's a brilliant salesperson. He's an asset for us. Jasi, spend time with Ramya. എല്ലാം ക്ലിയർ ആയ എന്നെ വന്ന് കാണും. It's okay? ശശി ഇതിനുള്ള ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്? പ്രീവിയസ് കമ്പനി? ഫ്രഷറാണ്, എൻ്റെ ഫസ്റ്റ് ജോബ്. ഞാനിപ്പോൾ ബിസിനസ്സിലാവുക. അപ്പോൾ പിന്നെന്താ സാറ് പറഞ്ഞു സെയിൽസിലൊക്കെ വലിയ എക്സ്പേർട്ടാണെന്നൊക്കെ? അത് ഞാൻ സി വിയിൽ അത്ര തള്ളിയാ വെച്ചാൽ
അത് പുള്ളി വിശ്വസിച്ചാണ്. ബട്ട് ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്. ട്രൂലി, സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി ഐ ആം എ ഫ്രഷർ. എടാ വന്ന ദിവസം തന്നെ അവൻ ഗോളടിക്കുകയാണല്ലോ. എനിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല മച്ചു. നമ്മളെ രണ്ടുപേരും മൊത്തം ഒന്ന് ആക്കിയിട്ടാ പുള്ളി പരിചയപ്പെടുത്തിയത്. ഇത് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. ഇതൊന്നല്ല നമ്മുടെ ലോകം. ഇതൊക്കെ വെറും അഭിനയം മാത്രം. അഭിനയം അതെന്താ? എടാ നീ ഒന്ന് ആലോചിച്ചു, നിന്റെ സ്ക്രിപ്റ്റിൽ ഞാൻ ഹീറോ, നമ്മുടെ പടം സൂപ്പർ ആയിരിക്കും. ഓക്കെ. വലിയ വലിയ ഡയറക്ടർമാർ നമുക്ക് വേണ്ടി ക്യൂ നിൽക്കും. വൈകുന്നേരങ്ങളിലെ ക്ലബ് ഹൗസ് ചർച്ചകളിൽ ഞാനും നീയും ക്ലാസ് എടുക്കും. എടാ അത് കേൾക്കാൻ ലക്ഷക്കണക്കിന് മണ്ടന്മാരെ ഫാൻസ് ഉണ്ടാവും. എടാ നീയാടാ ഫ്രണ്ട്, യഥാർത്ഥ ഫ്രണ്ട്. ഞാൻ പോയി FB സ്റ്റാറ്റസ് ഒന്ന് മാറ്റണം. എന്തോ വർക്കിംഗ് അറ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. അത് ശരി. ആ മാത്രമേ അറിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താ? എടാ നീ കളിയാക്കൊന്നും വേണ്ട. എൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് വർക്കൗട്ട് ആവട്ടെ. അതിൽ നീയാണ് നായകൻ. പിന്നെ നീ ആരാണ്? മലയാള സിനിമയിലെ പുതിയ താരോദയം. താങ്ക്സ് ടോ നീയാണ് എനിക്ക് യഥാർത്ഥ ഫ്രണ്ട്. എടാ നിനക്കറിയാലോ സിനിമ എൻ്റെ ചോറാണ്. സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ശ്വാസമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഭ്രാന്താണ്. അതെനിക്ക് മനസ്സിലായല്ലോ. എന്ത് മനസ്സിലായി? എനിക്ക് ഭ്രാന്താണെന്നോ? ഇത് ജാസിം. ജാസിം ഇതാണ്. ഇത് വിധി. രണ്ടുപേരും ഭ്രാന്തന്മാരാണ്. എന്ത്? അയ്യോ ഞാൻ സിനിമ ഭ്രാന്തെന്നാ പറഞ്ഞത്. ഇത് ഭാവിയിലെ ഹീറോ, ഇത് ഭാവിയിലെ മോസ്റ്റ് വാല്യുബിൾ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ നിങ്ങളെ കുറിച്ചാണോ സാറ് സൂചിപ്പിച്ചില്ല? ബോസ് എന്ത് പറഞ്ഞു? ഞങ്ങളെ കുറിച്ചോ? സാറ് പറഞ്ഞു ഈ ഓഫീസിൽ 2 സിനിമ ഭ്രാന്തന്മാർ. അതെ, ഞങ്ങളാണ് മൂവി. ഇവൻ്റെ സ്ക്രിപ്റ്റിൽ ഞാൻ അഭിനയിക്കുന്നു. മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് പുതിയൊരു യുഗം പറഞ്ഞു. അതെ, അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിരിക്കും. ഞാൻ വന്ന വേറൊരു കാര്യം പറയാം. എന്ത് കാര്യം രമ്യ? അനുഭവിച്ചു പറഞ്ഞോളൂ. അത് പിന്നെ അനുഭവം ജെസ്സിക്കൊരു ബെഡ് സ്പേസ് വേണമായിരുന്നു. അതേ സ്ഥലത്ത് മാറുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഒരു വേണ്ട. പിന്നെ വേണി ഇവനെ പുറത്താക്കി ഇവനെ കേട്ടാ അത് മതി ജെസ്സി. അപ്പൊ അത് സെറ്റ് ആയല്ലോ. രമ്യ ഹാപ്പി. വാ, ഒരു മിനിറ്റ് വാ. നീ എന്ത് മണ്ടത്തിലൂടെ കാണിക്കുന്നത്? എന്താ എന്തുപറ്റി? രമ്യ വന്ന് പറഞ്ഞപ്പോ എന്നെ ഫ്ലാറ്റിന് പുറത്താക്കാൻ തോന്നുന്നു. ആവേശത്തിൽ തമാശക്ക് പുറത്തില്ലേ? ആവേശം? എടാ നിനക്ക് അവനെ കുറിച്ച് വല്ലത് അറിയൂ? അവൻ അയാളുടെ ചാരൻ അവനെ വഴിയുള്ളൂ. കണ്ടില്ലേ, അവൻ വന്ന ഉടനെ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവൻ അറിയാം. എനിക്ക് തോന്നുന്നത് ഒരു വെൽ പ്ലാൻഡ് ഡ്രാമയാവും. രമ്യ വഴി അവനെ നമ്മുടെ ഫ്ലാറ്റിൽ കയറ്റുന്നു. പിന്നെ അയാൾക്ക് എളുപ്പമായില്ലേ നമ്മുടെ കംപ്ലീറ്റ് ന്യൂസും കിട്ടാൻ. രമ്യ വന്ന് പറഞ്ഞ നീ ചാവുന്ന അയാൾക്കറിയാം. ഞാൻ അത്ര കടന്ന് ചിന്തിച്ചില്ല. പക്ഷെ അതിന്റെ ബുദ്ധി ആവാനും തന്നെ കേട്ടോ. നീയാണ് യഥാർത്ഥ സ്ക്രിപ്റ്റ് റൈറ്റർ. നീ ഡ്രാമ കണ്ടുപിടിച്ചില്ല. നീ ആള് പുലിയോ. ഒരു കാര്യം ചെയ്യാം, നൈസായിട്ട് അവനെ ഒഴിവാക്കാം. അതാ പറ്റുന്നു. വാ. നീ പറ. അതെ, ഒരു ചെറിയ പ്രശ്നം. എന്ത് പ്രശ്നമുണ്ടോ? ഈ പറയണോ ഞാൻ പറയണോ? അതെ, ഇവന്റെ അമ്മാവൻ്റെ ആണ് ഫ്ലാറ്റ്. പുള്ളിക്കാരൻ അവിടെ അടുത്ത മാസം വരുന്നുള്ളത് ഞാൻ ആലോചിച്ചില്ല. അതാലോചിക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് താമസിക്കുന്നത് കുഴപ്പമാണോ? കുഴപ്പമുണ്ട്. ഞാൻ വേറെ റൂം നോക്കേണ്ടി വരും. അതാണ് നല്ലത്. അതാണ് നല്ലത്. ഇപ്പൊ എപ്പിടി ഞാനില്ലേ കാണായിരുന്നു. സമ്മതിച്ചളിയാ. എന്താ ജസീം ഒരു ടെൻഷൻ? ചേട്ടാ ഒരു റൂം വേണമായിരുന്നു. അനൂപിൻ്റെ രീതിയിലേക്ക് റൂം സ്പേസ് ഉണ്ട്. പക്ഷേ ഞാനൊരു കാര്യം അവന്മാരറിയും. സിനിമക്കാരനെന്ന് പറഞ്ഞാൽ
കൂടെ താമസിപ്പിച്ചു. പാവങ്ങളാ. നല്ല റിവ്യൂസ് ആണ്. ശരിക്കൊന്നും മനസ്സിലായില്ല. കുറേ ഇപ്പോഴൊക്കെ കാണാം. ആക്ടിങ്ങിന് പല കാര്യങ്ങളും തീർച്ചയായും. ഒരു കാര്യം പറയാം. എൻ്റെ സി വിയിൽ ഫിലിം മേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസിൽ ഫിലിം മേക്കിങ്ങിന് കണ്ടിട്ടാണ് ബോസ് ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് രമ്യയാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരുമാണ് ഫിലിം മോഹിയറാണ്. അങ്ങനെയാണ് ഞാൻ രമ്യയോട് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ റൂം വേണം. അപ്പം ഒരു സംവിധായകനാകാന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം തള്ളിക്കെടുത്തിട്ടാണ് വീട്ടുകാരെന്നോട് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ നാളെ ഫിലിമെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആഗ്രഹം കൊണ്ട് അത് നടന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ റൂമിൽ വെച്ചു. ഒന്നും ഇല്ലല്ലോ അല്ലേ. ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം നമുക്ക്. ഇവിടെ ജാസേ വിട്ടുകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും ഇതുപോലെ ഒരാളായിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ സിനിമ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അയാൾ എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിങ്ങൾ എനിക്കൊരു ചാൻസ് റൂം തന്നു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ചെയ്യാം. തേടിയ വഴി നാട്ടിലാണ് സംഭവിച്ചത്. അത് ഇനി നമ്മൾ റൂമിൽ കയറിക്കോ. ആ നിങ്ങളുടെ റൂം ഓക്കെയാണ്. പിന്നെന്താ ഓക്കെയാണ്, ഡബിൾ ഓക്കെ. റൈറ്റർ, ആക്ടർ, ഡയറക്ടർ നമ്മൾ അങ്ങനെയാണെങ്കിൽ ബോസിന് നല്ലൊരു പണിയും കൊടുക്കാം. ഇത് നമ്മളെല്ലാവരും കൂടി ഒരു മൂവി ഉണ്ടാക്കി അവർക്ക് കാണിച്ചു കൊടുക്കാൻ. പിന്നെന്താ ഡബിൾ ഓക്കെ.